ജനാർദ്ദനക്കുറിപ്പാണ്. ഇന്ന് മന്ത്രസിദ്ധി തന്ത്രം കാമരത്ന തന്ത്രത്തിലെ കാമകലാ നിരൂപണം. ഇത് മന്ത്രമഹാസാരം, കുജിമാരതന്ത്രം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയതാണ്. കാമകലാ പരിലാളനം. ദ്രാവണത്തിനും രതിസുഖത്തിനും വേണ്ടി സ്ത്രീപുരുഷന്മാർ ചെയ്യേണ്ട പ്രയോഗങ്ങളെ പൊതുവെ കാമകലാ പരിലാളനം എന്ന് പറയുന്നു. കാമം അദൃശ്യമായി സ്ത്രീപുരുഷ ശരീരത്തിൽ ഓരോരോ അവയവങ്ങളിൽ സ്ഥിതി ചെയ്യും. ഇത് ശരീരവ്യാപകമായി സ്വതേജസ്സിനെ പ്രദാനം ചെയ്ത് സൂക്ഷ്മാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കാമകല എന്നും പേരുണ്ട്. കാമകല ചന്ദ്രൻ്റെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ചന്ദ്രകല എന്നറിയപ്പെടുന്നു. ഓരോ തിഥിയിലും ശരീരത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഉദിക്കുകയാണ് ചെയ്യുന്നത്. കാമകലയുടെ ഈ സഞ്ചാരത്തെ കാമകലാ ചംക്രമണം എന്ന് പറയുന്നു. ഇത് ആരോഹണം അവരോഹണം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. 15 തിഥികളിൽ കയറുകയും അടുത്ത 15 തിഥികളിൽ ഇറങ്ങുകയും ചെയ്യുന്നു. കാമകലാ സ്ഥാനങ്ങൾ: സീമന്തം നെറ്റിയിൽ മുകൾ നടുഭാഗത്ത്, കണ്ണ്, കീഴ്ചുണ്ട്, കവിൾത്തടം, കഴുത്ത്, കക്ഷം, മുല, ഉരസ്, പൊക്കിൾ, നിതംബം, ലിംഗം അല്ലെങ്കിൽ യോനി, കാൽമുട്ട്, കാൽവണ്ണ, ഉള്ളംകാല്, പെരുവിരൽ. വെളുത്ത പക്ഷ പ്രഥമം മുതൽ കല സഞ്ചാരം തുടങ്ങുന്നു. സ്ത്രീകൾക്ക് വെളുത്ത പക്ഷത്തിൽ ഇടതുവശത്തു കൂടി താഴേക്ക് ഇറങ്ങുന്നു. കറുത്ത പക്ഷത്തിൽ വലതുവശത്തു കൂടി മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. വെളുത്ത പക്ഷ പ്രതിമയിൽ സ്ത്രീയുടെ സീമന്തത്തിൽ ഇടതുവശത്തായി കാമകല ഉദിക്കുന്നു. ദ്വിതീയയിൽ ഇടത് കണ്ണിലും തൃതീയയിൽ കീഴ്ചുണ്ട് ഇടതുഭാഗത്തും. ഇങ്ങനെ ഓരോ ദിവസവും അതാത് അവയവത്തിൽ ഇടതുവശത്തു കൂടെ ഇറങ്ങി പൗർണമിക്ക് ഇടത് പെരുവിരൽ ഉദിക്കുന്നു. പിറ്റേ ദിവസം തുടങ്ങി കറുത്ത പക്ഷ പ്രഥമ വലത് തള്ളവിരലിലേക്ക് മാറി കാമകല ഉദിക്കുന്നു. തുടർന്ന് മുകളിലേക്ക് പോയി അമാവാസിയിൽ സീമന്തത്തിൽ വലതു ഭാഗത്തായി ഉദിക്കുന്നു. ഇങ്ങനെ ഒരു മാസക്കാലം കൊണ്ട് കാമകല ഒരു ചക്രം പൂർത്തിയാക്കുന്നു. പുരുഷനും ഇതേ വിധം തന്നെ. എന്നാൽ വെളുത്ത പക്ഷ പ്രഥമയിൽ സീമന്തത്തിൽ വലതുഭാഗത്തായിരിക്കും ഉദിക്കുക. പിന്നീട് വലതുഭാഗത്തു കൂടെ ഇറങ്ങി വെളുത്ത വാവിന് വലതു പെരുവിരലിലായിരിക്കും പുരുഷന് കാമകല ഉദിക്കും. പിറ്റേന്ന് മുതൽ ഇടതുവശത്തു കൂടി മുകളിലേക്ക് പോകുന്നു. അമാവാസിയിൽ സീമന്തത്തിൽ ഭാഗത്ത് ഉദിക്കുന്നു. ഇങ്ങനെയാണ് കാമകലയുടെ സ്ഥാനം നിർണ്ണയിച്ചിട്ടുള്ളത്. ഈ സ്ഥാനങ്ങളിൽ നോട്ടം, സ്പർശം, പരിലാളനം, ചുംബനം, മർദ്ദനം എന്നിവ കൊണ്ട് സ്ത്രീ പുരുഷന്മാർ വേഗത്തിൽ ദ്രവിക്കുന്നു. എത്ര പ്രചണ്ഡമായ കഴിവുകളുള്ളവരായാലും ഇണകളുടെ കാമകലാജ്ഞാനം കൊണ്ട് അതത് സ്ഥലത്തുള്ള കാമപരിലാളനം കൊണ്ടും സുഖകരമായ വൈകാരിക ക്ഷമത ഇരുവർക്കും ഒന്നിച്ചനുഭവിക്കാൻ കഴിയും എന്നതാണ്. കാമഗ്രന്ഥങ്ങൾ ഈ സ്ഥാനങ്ങളിൽ ചെയ്യേണ്ട അനുഷ്ഠാനങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്. മന്ത്രമഹാസാരത്തിൽ ഈ 60 സ്ഥാനങ്ങളെ അക്ഷരങ്ങളെ കൊണ്ട് സൂചിപ്പിക്കുന്നു. ശ്ലോകം 174 മുതൽ 193 വരെയുള്ളവ കൊണ്ട് ചക്രസഞ്ചാലനത്തെയും പറഞ്ഞിട്ടുണ്ട്. കാമമന്ത്രപൂജ. ശുക്ലപക്ഷേതു നാരീണാം വാമഭാഗേ സ്മരസ്മൃത പുംസാംപ്യത്യയമാക്കിയിട്ടു കണ്ടുകൊള്ളുക യഥാക്രമം. പ്രഥമേ ചരണാങ്കുഷ്ഠേ പുംസാംഗുഷ്ഠേന മർദ്ദയേൽ, ദ്വിതീയായാന്തു ചരണേ പുംസാപാദന മർദ്ദയേൽ, തൃതീയായാം തഥാ ഗുൽഫേ സ്വഗുൽഫേന ച താടയേൽ, ചതുർത്ഥ്യാം ജാനുമൂലേതു ജാനുമൂലേന താടയേൽ. പുമാൻ കരികരക്രീഡാം പഞ്ചമ്യാം സമരമന്ദിരേ, ഷഷ്ട്യാമുദരദേശേ ച കരേണ പരിമർദ്ദയേൽ, സപ്തമ്യാം വക്ഷസി തഥാ പുമാൻ താടനാമാചരേൽ, അഷ്ടമ്യാം സ്തനദേശേ ച പുരുഷോ മർദ്ദനം ചയേൽ, നവമ്യാം ബാഹുമൂലേതു നഖരേഖാം സ്മാചരേൽ, ദശമ്യാം കണ്ഠദേശേതു തത്രാപി നങ്കരേ സ്പൃശേൽ, ഏകാദശ്യാം കപാലേതു മൃദുചുംബനമാചരേൽ, ദ്വാദശ്യാം ദന്തവദതേ അധേ മൃദുഘാതയേൽ, ത്രയോദശ്യാം നയനയോൾ മൃദുചുംബനമാചരേൽ, ചതുർദശ്യാം ബാലതാടേ തത്ര ചുംബനതാടനെ, പഞ്ചദശാന്തു ശിരസി കജഗ്രഹണമാചരേൽ, കൃഷ്ണപക്ഷേതു നാരീണാം ദക്ഷിണേതു സ്മരസ്മൃത, പ്രഥമേ ബാലദേശേതു ദക്ഷിണഭാഗേ സ്മരസ്മൃത, ദ്വിതീയാം നയനേയോ തൃതീയപ്യധരേ സ്മൃത, ചതുർത്ഥ്യാം തു കപോലേതു ഗ്രീവായാം പഞ്ചമേ തഥ, ഷഷ്ട്യാന്തു ബാഹുമൂലേ ച സപ്തമേ സ്തനയോഃ സ്മൃത, അഷ്ടമ്യാം വക്ഷസി തഥാ നവമ്യാം ഉദരേ സ്മൃത, ദശമ്യാം കാമനഗരേ, ഏകാദശ്യാന്തു ജാനുനി, ദ്വാദശ്യാന്തു തഥാ ഗുൽഫേ ചരണേ ച ത്രയോദശേ, ചതുർദശ്യാം തഥാങ്കുഷ്ഠേ തത്ര ചുംബനതാടനെ, പഞ്ചദശ്യാന്തു പാദാന്തേ കരേണ പരിമർദ്ദയേൽ, ഉക്താതു സർവം യതിതം ക്രമേണ തു പുമാൻ ചരേൽ, തസ്യ സ്ത്രീവശമായാതി തസ്മാൽ പാതു മാനുഷ. മന്ത്രമഹാസാരം 193, 180 തുടങ്ങി 93 വരെ 193 വരെയുള്ള ശ്ലോകങ്ങളാണ്. കാമപൂജ.
ഓം ക്ലീം കാമദേവായ നമ. ഓം ക്ലീം കന്ദർപ്പായ നമ. ഓം ക്ലീം അനങ്കായ നമ. ഓം ക്ലീം ഋതുവല്ലഭായ നമ. ഓം ക്ലീം ശ്രീപുത്രായ നമ. ഓം ക്ലീം പ്രദ്യുമ്നായ നമ. ഓം ക്ലീം മീനകേതായ നമ. ഓം ക്ലീം ശൃംഗാരയോനയേ നമ. ഓം ക്ലീം ശംബരാരയേ നമ. ഓം ക്ലീം ഇക്ഷുധനാർദ്ധരായ നമ. ഓം ക്ലീം പഞ്ചബാണായ നമ. ഓം ക്ലീം പാശധരായ നമ. ഓം ക്ലീം അങ്കുശധരായ നമ. ഓം ക്ലീം അനസ്വിജായ നമ. ഓം ക്ലീം മദനായ നമ. അങ്കണം കഷം വശ്യം സ്ത്രീകണം അഷം കശ്യപ പുംസ വശ്യം മല്ലിക ജ്ഞാനീയുപ്രം. കാമദേവ യന്ത്രത്തിൽ ആവാഹിച്ചു പൂജിക്കാം. മഹാമന്ത്ര സാരത്തിൽ നിന്നെടുത്ത ഭാഗം കഴിഞ്ഞു. ഇതോടെ മലയാള മാന്ത്രികവും കഴിഞ്ഞു. കാമരത്ന തന്ത്രവും കഴിഞ്ഞു. നമസ്കാരം. നമഃശിവായ. അടുത്ത തമിഴ് മാന്ത്രിക കൽപ്പം.